ഒരു സാധാരണ സ്ത്രീയുടെ കണ്ണുനീർ ഒരു സാമ്രാജ്യത്തെ വെണ്ണീറാക്കിയ കഥയാണിത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന തമിഴ്മണ്ണിൽ നടന്ന സ്നേഹത്തിന്റെയും ചതിയുടെയും പ്രതികാരത്തിന്റെയും ഈ ഇതിഹാസ കഥ തുടങ്ങുന്നത് കാവേരിപ്പട്ടണം എന്ന അതിമനോഹരമായ തുറമുഖ നഗരത്തിലാണ്. അവിടുത്തെ വലിയ വ്യാപാരിയുടെ മകളായിരുന്നു കണ്ണകി. സൗന്ദര്യവും ഗുണവുമുള്ള കണ്ണകിയെ വിവാഹം കഴിച്ചത് മറ്റൊരു ധനികനായ കോവലനായിരുന്നു. ആദ്യകാലങ്ങളിൽ അവർ സന്തുഷ്ടരായി ജീവിച്ചു. എന്നാൽ ഈ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. മാധവി എന്ന നർത്തകിയുടെ സൗന്ദര്യത്തിലും കലയിലും മയങ്ങിയ കോവലൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറന്നു. കയ്യിലുണ്ടായിരുന്ന സ്വത്തും പണവും ആഭരണങ്ങളും മാധവിക്കായി ചിലവാക്കി ഒടുവിൽ ദരിദ്രനായപ്പോൾ മാധവി അയാളെ ഉപേക്ഷിച്ചു. സർവസ്വവും നഷ്ടപ്പെട്ട് പശ്ചാത്താപത്തോടെ തിരികെയെത്തിയ ഭർത്താവിനെ കണ്ണകി നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവർ പുതിയൊരു ജീവിതം തുടങ്ങാനായി പാണ്ഡ്യരാജാവിന്റെ ഭരണത്തിലുള്ള മധുരയിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ കൈവശം ആകെയുണ്ടായിരുന്നത് കണ്ണകിയുടെ വിലപിടിപ്പുള്ള ഒരു ജോഡി രത്നച്ചിലമ്പുകൾ മാത്രമായിരുന്നു. അതിലൊന്ന് വിൽക്കാനായി ചന്തയിലെത്തിയ കോവലനെ വിധി ചതിച്ചു. പാണ്ഡ്യരാജ്ഞിയുടെ നഷ്ടപ്പെട്ട ചിലമ്പിന് കണ്ണകിയുടെ ചിലമ്പുമായി സാമ്യമുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലെ തട്ടാൻ തന്റെ മോഷണം മറയ്ക്കാൻ കോവലനെ കള്ളനാക്കി ചിത്രീകരിച്ചു. സത്യാവസ്ഥ തിരക്കാതെ ക്രോധം പൂണ്ട പാണ്ഡ്യരാജാവ് നിരപരാധിയായ കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു. തന്റെ ഭർത്താവിന്റെ മരണമറിഞ്ഞ കണ്ണകി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. മുടിയഴിച്ചിട്ട് കയ്യിൽ തന്റെ പക്കലുള്ള രണ്ടാമത്തെ ചിലമ്പുമായി അവൾ രാജസദസ്സിലെത്തി രാജാവിനോട് നീതി ചോദിച്ചു. രാജാവ് തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചപ്പോൾ കണ്ണകി തന്റെ കൈവശമുള്ള ചിലമ്പ് തറയിലടിച്ചു പൊട്ടിച്ചു. അതിനുള്ളിൽ നിന്നും മാണിക്യക്കല്ലുകൾ തെറിച്ചുവീണ് രാജാവിന്റെ മുഖത്തടിച്ചു. രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ രാജാവ് ആ നിമിഷം സിംഹാസനത്തിൽ നിന്നും വീണു മരിച്ചു. രാജപത്നിയും പ്രാണൻ വെടിഞ്ഞു. എന്നാൽ കണ്ണകിയുടെ ദേഷ്യം അവിടെയും ശമിച്ചില്ല. നീതി നടപ്പിലാക്കാത്ത മധുരനഗരം കത്തിയെരിയട്ടെ എന്ന് അവൾ ശപിച്ചു. കണ്ണകിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ ആ നഗരം അഗ്നിക്കിരയായി. തന്റെ ക്രോധമടങ്ങാതെ മധുരവിട്ട കണ്ണകി പശ്ചിമഘട്ട മലനിരകളിലൂടെ 14 ദിവസം യാത്ര ചെയ്ത് ചേരസാമ്രാജ്യത്തിലെത്തി. ഇന്നത്തെ കുമളിക്കടുത്തുള്ള മംഗളാദേവി മലനിരകളിൽ വെച്ച് അവൾ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുംബ ഭഗവതിയായി കുടികൊള്ളുന്നത് ഈ കണ്ണകിയാണെന്നാണ് ശക്തമായ വിശ്വാസം. കണ്ണകിയുടെ ആ കത്തുന്ന രോഷമടക്കാനാണ് കൊടുങ്ങല്ലൂർ ഭരണി പോലുള്ള ഉഗ്രമായ ചടങ്ങുകൾ ഇന്നും നടക്കുന്നത്.